ഹലോ. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്നെ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ പേര് പറയാം, ജിക്കി പ്രകാശ്. പ്രകാശിൻ്റെ പപ്പയാണ്. സ്കൂളിൽ ചേർത്തപ്പോൾ മുതൽ പേരിങ്ങനെ സർനെയിം വെച്ച് പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് എല്ലാം വിളിക്കുന്ന ഈ ഒരു പേര് തന്നെ. അങ്ങനെ ഇപ്പോഴും ആരെങ്കിലും ചോദിച്ചാൽ ജിക്കി പ്രകാശ്. പിന്നെ എൻ്റെ പപ്പയല്ലേ, ആ പേര് കളയണ്ടല്ലോ. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത്. ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. പിന്നെ വയസ്സറിയണമെങ്കിൽ ചോദിച്ചാൽ പറയാം കേട്ടോ. ബാക്കി വിശേഷങ്ങളും കഥകളും ഒക്കെ ഇനി ഓരോ വീഡിയോസിലൂടെ പറയാം. അപ്പോൾ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡാണ് മെയിൻ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കലൂർ കടവന്ത്ര റോഡിൽ ബിസ്മിക്കും കത്രിക്കടവിനും ഇടയ്ക്കായിട്ട് വരുന്ന സുരേഷിൻ്റെ തട്ടുകടയിലാണ്. ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടോ. പേര് തട്ടുകടയാണെങ്കിൽ നമുക്ക് തട്ടുകടകളിൽ ഒരു 5 സ്റ്റാർ ഒക്കെ കൊടുക്കാം. വന്നപ്പോൾ തന്നെ ഇവിടുത്തെ കണ്ണാടിക്കൂട്ടിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കാടമുട്ടയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ചെന്നിരുന്ന് ഓർഡർ കൊടുത്തപ്പോൾ മുട്ട മാറ്റി കോഴിയാക്കി. സത്യം പറഞ്ഞാൽ മുട്ടയുടെ കാര്യം അന്നേരം മറന്നുപോയി. പിന്നെ തട്ടുകടയിൽ വന്നാൽ പൊറോട്ടയും ബീഫും ആണല്ലോ മെയിൻ. ഞാൻ ചിക്കനെ വിട്ടങ്ങനെ കളിക്കാറില്ല കേട്ടോ. അപ്പോൾ ഏട്ടായിക്ക് ഏറ്റവും ഇഷ്ടം ബീഫാണ്. ഒരു കുടുംബത്തിലാണെങ്കിലും പല അഭിപ്രായങ്ങളല്ലേ. അതുകൊണ്ട് പുള്ളി ബീഫ് ഫ്രൈ പറഞ്ഞു, ഞാൻ ചിക്കൻ ചുക്ക പറഞ്ഞു. ഈ തട്ടുകടകളും കുഞ്ഞു ഹോട്ടലും ഒക്കെ ഉണ്ടല്ലോ, നമ്മളെങ്ങനെ വിശന്നിരിക്കാൻ സമ്മതിക്കാറില്ല. അവർ പെട്ടെന്ന് സാധനം എത്തിക്കും. ഞാനും പാറുന്ന് യൂണിയനാണ്. ഞങ്ങൾക്ക് പൊറോട്ടയാണ്, മീനും ഇടിയപ്പോൾ ഏട്ടായി പുട്ടുമാണ് പറഞ്ഞത്. ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയാണ്, പ്രൈസും ഓക്കെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി, ഇവിടെ പൊറോട്ടയും ഇടിയപ്പവും ഒക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് ഒരു ഗ്രേവി അവർ തരുവേ. ആക്ച്വലി അതിന് ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രം മതി നമുക്ക് ഈ പൊറോട്ടയും ഇടിയപ്പവും പുട്ടും ഒക്കെ കഴിക്കാൻ. ഇവിടെ ഞങ്ങൾ പലതവണ വന്നിട്ടുണ്ടെങ്കിലും സ്മേരയായിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഒരു 10 മണി 11 മണി റേഞ്ചിലുമാണ്. ആ സമയത്തും ഇവിടെ നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ ഒരു 7:30 ആയിട്ടേ ഉള്ളൂ. നേരത്തെ വരാമെന്ന് വെച്ചു. അവർ ഒരു സിനിമയ്ക്കൊക്കെ പോയേക്കാണ്. ഈ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രീ പ്ലാൻഡ് അല്ല, പെട്ടെന്നുണ്ടാകുന്ന കാര്യമാണ്. കാരണം ഞാൻ വൈകിട്ട് രാത്രിയിലത്തേക്ക് ഭക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പം വിചാരിച്ചു എന്നാൽ പുറത്തൊന്ന് കറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ നിന്നുണ്ടായൊരു ചിന്തയാണ്, എങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നു. പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല, അത് എത്ര നല്ല പൊറോട്ടയാണേലും. ഈ പൊറോട്ടയും നല്ല എരിവുള്ള കറി കഴിച്ചിട്ട്, പൊറോട്ടയെന്നല്ല ബാക്കി ഏത് പലഹാരത്തിൻ്റെ കൂടെ നല്ല എരിവുള്ള നോൺ വെജ് കറി കഴിച്ചിട്ട് ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഫസ്റ്റ് കഴിക്കാൻ തുടങ്ങിയത് ഞാനാണ്, എന്നാൽ ലാസ്റ്റ് കഴിച്ച് തീർന്നതും ഞാനാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കൈ കഴുകി പുറത്ത് വന്നപ്പോൾ ഇതാ മിയയും പാറുയിരുന്ന് ഗുലാബ് ജാം കഴിക്കുന്നത്. ഇവിടെ ഗുലാബ് ജാം മാത്രമല്ല കേട്ടോ, ഉപ്പിലിട്ട സാധനങ്ങൾ, വെറൈറ്റി ജ്യൂസസ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഈ മധുരമുള്ള സാധനങ്ങൾ കണ്ടാൽ ഞാൻ പിള്ളേരെ കാട്ടി കഷ്ടമാണ്. പിന്നെ ഈ കടയുടെ വാതിലിൽ ഒരു മാവുണ്ട് കേട്ടോ, അതിന് ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, നമുക്ക് ഇരിക്കാം. ഒരു സൈഡിൽ റോഡ്. അപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് രാത്രിയിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഉപ്പുമാങ്ങയും നാരങ്ങ മിഠായും ഗുലാബ് ജാമും ഒക്കെ വാങ്ങിച്ച് കഴിച്ച്, അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. എനിക്ക് അതുകൊണ്ട് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അത് വിട്ടിട്ടാണ് നമ്മൾ നേരെ ഇവിടേക്ക് വന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, റിലയൻസിൻ്റെ സ്മാർട്ട് പോയിൻ്റ് എല്ലാം അവരിവിടെ നിർത്തിയിട്ടുണ്ട് എറണാകുളത്ത്. ബാക്കി ഹരിപ്പാട് മറ്റ് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ചെറിയൊരു ട്രോളി കണ്ടത്, പിള്ളേർക്ക് തെള്ളിക്കൊണ്ട് നടക്കാം. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.